അത്തിപ്പറ്റ ഉസ്താദ് കാലത്തിനു മുമ്പേ സഞ്ചരിച്ച മഹാനായിരുന്നുവെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. ആധുനിക യുഗത്തിൽ ആത്മീയതയുടെ പാതയിലൂടെ സഞ്ചരിച്ച മഹാവ്യക്തിത്വമായിരുന്ന അദ്ദേഹത്തിന്റെ കർമ്മങ്ങളുടെ ഫലങ്ങൾ മരണാനന്തരവും തുടരുന്നതിന് കാരണം ആ ദീർഘവീക്ഷണമാണ്. ഈ പ്രദേശം അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശമാണ്. അതുപരിയായി അദ്ദേഹത്തിന്റെ കർമ്മ മണ്ഡലവും അത് മരണാനന്തരവും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി ഈ പ്രദേശം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ആ ഓർമ്മകളുടെ കണ്ണീരും ആ ഓർമ്മകളുടെ പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സ്ഥാപനമാണ് ഫതുൽ ഫത്താഹ് എന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇതിനു വേണ്ടിയുള്ള എല്ലാ അത്തിപ്പറ്റ ഉസ്താദിന്റെ സ്ഥാപനമായ ഫതുൽ ഫത്താഹ് പുതുതായി ആരംഭിക്കുന്ന വിദ്യാഭ്യാസ ക്യാമ്പസിന്റെയും ഓട്ടിസം സെന്ററിന്റെയും ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസമാണ് ഒരു സമൂഹത്തെ ഉന്നതിയിലെത്തിക്കുന്നതെന്നും ഇച്ഛാശക്തിയാണ് അത്തിപ്പറ്റ ഉസ്താദിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസമുള്ള സമൂഹത്തിന് മാത്രമേ ഇനി നിലനിൽപ്പുള്ളൂ. കേരളത്തിന്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിന് കാരണം മുൻകാല നേതാക്കളുടെ ഇച്ഛാശക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫതുൽ ഫത്താഹ് പ്രസിഡന്റ് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മസ്ജിദ്, ഓട്ടിസം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, ഫതുൽ ഫത്താഹ് കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ്, ബോയ്സ് ആൻഡ് ഗേൾസ് എന്നിവക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു. സമസ്ത വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി കൂരിയാട്, പ്രൊഫസർ കെ ആബിദ് ഹുസൈൻ MLA, അഡ്വക്കേറ്റ് M ഷംസുദ്ദീൻ MLA, നജീബ് കാന്തപുരം MLA തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മുഖവരിയുടെയും പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാത്ത വിധം നമ്മുടെ മുമ്പിൽ തളിർത്തു പന്തലിച്ച് ഇന്നും നമുക്ക് തണൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവടവൃക്ഷമാണ് ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ്. അതിന്റെ ഒരു ഹ്യൂമനിറ്റേറിയൻ പെർസ്പെക്റ്റീവ്, മാനവികമായ ഒരു വലിയ ദർശന വശം കേരളം കണ്ട് പരിചയിച്ചതാണ്. അത് ഷെയ്ഖുന ഉസ്താദ് അവറുകളെ അവിടുത്തെ കർമ്മപഥത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തതാണ്. ഇവിടെ ഒരു ഓട്ടിസം റീഹാബിലിറ്റേഷൻ സെന്ററാണ് പുതിയതായിട്ട് ഈ മണ്ണിൽ മുളപൊട്ടാൻ പോകുന്നത്. നമ്മളെല്ലാവരും ആ ഒരു ആശയം മനസ്സിൽ ഈട്ടിക്കൂട്ടിയിരിക്കുന്ന ആളുകളാണ്.